നമസ്കാരം, മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ജനപരാതി പരിഹാരം കൂടുതൽ സുതാര്യവും ലളിതവും വേഗത്തിലുമാക്കുന്നതിന്റെ ഭാഗമായി CMO പോർട്ടൽ നവീകരിച്ചു. ഇനി മുതൽ പരാതിയോ അപേക്ഷയോ നൽകുന്നവർക്ക് എവിടെ നിന്നും തൽസ്ഥിതി പരിശോധിക്കാം. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം ലഭിക്കാൻ ആവശ്യമായ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് വഴി ലഭ്യമാകും. മലയാളത്തിനു പുറമെ ഇംഗ്ലീഷും നവീകരിച്ച പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നടപടി തുടരുന്നതും തീർപ്പാക്കിയതുമായ പരാതികൾ സംബന്ധിച്ച് പരാതിക്കാർക്ക് പ്രതികരണം അറിയിക്കാനുമാകും. പരാതി കൈകാര്യം ചെയ്യുന്ന ഓഫീസറുടെ വിവരങ്ങളും അറിയാം. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രധാനമെന്ന് പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ ഫണ്ടിലേക്ക് 2000 രൂപ സംഭാവന ചെയ്തു. രാഷ്ട്രീയ നിർമ്മാണത്തിൽ പാർട്ടിക്കായി സംഭാവന ചെയ്യാനും സഹായിക്കാനും അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. 2000 രൂപ സംഭാവന നൽകിയ രസീത് ഉൾപ്പെടെ എക്സിൽ പോസ്റ്റ് ചെയ്താണ് അഭ്യർത്ഥന നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഫണ്ട് പിരിവ്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കഴിഞ്ഞ മാസം സുപ്രീം കോടതി വിധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് BJP ഫണ്ട് തേടുന്നത്. ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രാഷ്ട്രീയ പാർട്ടി ഭരണകക്ഷിയായ BJP ആയിരുന്നു. 2017 മുതൽ 23 വരെ 6566.12 കോടി രൂപയാണ് ബോണ്ടുകൾ വഴി BJPക്ക് ലഭിച്ചത്. 195 സ്ഥാനാർത്ഥികളുമായി BJPയുടെ ആദ്യ പട്ടിക ഇന്നലെ വന്നിരുന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ 28 പേർ സ്ത്രീകളും 47 പേർ യുവാക്കളുമാണ്. പട്ടികയിലെ 51 പേർ ഉത്തർപ്രദേശിൽ നിന്നും 20 പേർ പശ്ചിമ ബംഗാളിൽ നിന്നും ഉള്ളവരാണ്. മധ്യപ്രദേശിലെ 24 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ നിർണായക യോഗങ്ങളും BJPയിൽ ആരംഭിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കരുത്തരായ സർവീസസും ഗോവയും സെമി. ഏകപക്ഷീയമായ ക്വാർട്ടറിൽ റെയിൽവേസിനെ 2 ഗോളിന് തകർത്താണ് 6 തവണ ജേതാക്കളായ സർവീസസിന്റെ മുന്നേറ്റം. തുടർച്ചയായ രണ്ടാം സെമിയാണ്. മലയാളി താരം PP ഷഫീലും സമീർ മുർമുവും ലക്ഷ്യം കണ്ടു. ഗോവ ഡൽഹിയെ 2-1 തോൽപ്പിച്ചു. ലോഹിത് കർദേശായും ജോബേൻ കർദേശായും ഗോവയ്ക്കായി ഗോൾ അടിച്ചു. സഹിൽ കുമാറിലൂടെ മുന്നിലെത്തിയ ശേഷമായിരുന്നു ഡൽഹിയുടെ തോൽവി. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.